നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫിനെ കേരള കോൺഗ്രസ് ചീഫ് കോർഡിനേറ്ററായി നിയമിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നതാധികാര സമിതി തീരുമാനമെടുക്കുകയായിരുന്നു. KM മാണിയുടെ മരുമകൻ MP ജോസഫ് ഉൾപ്പെടെ 6 പേരെ വൈസ് ചെയർമാൻമാരായും തിരഞ്ഞെടുത്തു. NCP വിട്ട് കേരള കോൺഗ്രസിലെത്തിയ റെജി ചെറിയാനും വൈസ് ചെയർമാൻ പദവി നൽകി. പുതിയ പദവിയിൽ അഭിമാനമുണ്ടെന്ന് അബു ജോൺ ജോസഫ് പ്രതികരിച്ചു. UDF-നെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അബു ജോൺ പ്രതികരിച്ചു. മക്കൾ രാഷ്ട്രീയത്തിന്റെ പാതയിലല്ല തന്റെ വരവ്. അങ്ങനെയെങ്കിൽ മുൻപേ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കുമായിരുന്നു. പാർട്ടിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കഴിവ് തെളിയിച്ചാണ് തന്റെ വരവെന്നും അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. ആദ്യമായിട്ട് എന്നെ ഈ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിയുടെ നേതൃത്വത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനം തോന്നുന്നു. കാരണം ശ്രീ KM ജോർജ് 1964 തുടക്കം കുറിച്ച PT ചാക്കോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു പാർട്ടി പിന്നീട് വളരെയേറെ നേതാക്കന്മാർ, മാണി സാറും അപ്പച്ചനും PJ ജോസഫ്, TM ജേക്കബ് എന്ന് വേണ്ട തുടങ്ങിയ നിരവധി നേതാക്കന്മാർ നയിച്ചിരുന്ന ഈ ഒരു പാർട്ടിയുടെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അഭിമാനകരമായ കാര്യമാണ്. അതിനാദ്യമായിട്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, പാർട്ടി നേതൃത്വത്തിനോട് നന്ദി പറയുന്നു. ആ ഉത്തരവാദിത്വം പൂർണ്ണമായ നിലയിൽ നിർവഹിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പും കൊടുക്കുകയാണ്. കേരള കോൺഗ്രസ് നിലപാടെന്ന് വെച്ചാൽ UDF-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് കേരള കോൺഗ്രസിൻ്റെ മാത്രമല്ല, നമ്മുടെ ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു തുടർഭരണം എന്നത് താങ്ങുവാനുള്ള ശക്തി നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തിനില്ല. അപ്പോൾ UDF-നെ ശക്തിപ്പെടുത്തുവാൻ UDF-ലുള്ള ഓരോ ഘടകകക്ഷികൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി UDF-ൻ്റെ അടിത്തറ ഉറപ്പിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വളരെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടന്ന ഹൈപ്പവർ കമ്മിറ്റിയും വരാൻ പോകുന്ന പാർട്ടിയുടെ ക്യാമ്പുകളും. അപ്പോൾ ഇപ്പോഴുള്ള അനുകൂല സാഹചര്യം, ആ സാഹചര്യം ഉപയോഗിച്ച് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യോജിച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടത്. അതിനിടെ ഈ പറയുന്ന ഇല്ലാത്ത വാർത്തകളുടെയൊക്കെ പുറകെ ഓടി സമയം കളയാനുള്ളതല്ല. ഇനി മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഐക്യജനാധിപത്യം മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകളെക്കുറിച്ച് ചെയർമാൻ അപ്പച്ചനിവിടെ പറയുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ടത് പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ്. അത് തീർച്ചയായിട്ടും UDF-ലൊരു ചർച്ചയായിട്ട് പിന്നീട് വരികയാണെങ്കിൽ അന്ന് നമുക്ക് കാണാം. പക്ഷേ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. ജോസ് കെ മാണിയും അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഞാനത് പറയുന്നതിന് പ്രസക്തിയില്ല എന്ന് കരുതുന്നു. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഈ ചില മാധ്യമങ്ങളും വന്ന വാർത്തകളല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും ഒരു UDF നേതാക്കന്മാരോ അല്ലെങ്കിൽ സഭാ നേതൃത്വം ആരും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പോലും പറയാത്തൊരു സാഹചര്യത്തിൽ അതൊരു ഒരു വാർത്തയായിട്ട് ഒരു ദിവസം വന്നു, ഇന്നത് കെട്ടടങ്ങിപ്പോയി. അവർ തന്നെ അത് ഡിനൈ ചെയ്തല്ലോ. അവർ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയില്ല, അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ചൊരു ഒരു ചർച്ച ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, PJ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങൾ മറ്റേ എല്ലാ കേരള കോൺഗ്രസ് പാർട്ടികളെ നോക്കുകയാണെങ്കിൽ മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഞാനൊരു 10-20 വർഷം മുൻപേ എവിടെന്നെങ്കിലും മത്സരിച്ച് ഒരു MLA ഒക്കെ ആകേണ്ട സ്ഥിതിയാണ്. ഒരിക്കലും ഒരു PJ ജോസഫിൻ്റെ മകൻ എന്നുള്ള ഒരു പേരിൽ മാത്രം രാഷ്ട്രീയത്തിൽ വരരുത് എന്നുള്ള നിർബന്ധം അപ്പച്ചനുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പേര് ഉയർന്നു വന്നപ്പോൾ അന്ന് അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം, പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് മുന്നോട്ട് വരട്ടെ, കഴിവ് തെളിയിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നോക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് പാർട്ടിയുടെ ഏതൊരു സാധാരണ പ്രവർത്തകനെ പോലും പാർട്ടിയുടെ ആ ലെവലിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാ ജില്ലകളിലും പോയി പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ആദ്യമേ ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് തുടങ്ങി, പിന്നീട് ഹൈപ്പവർ കമ്മിറ്റി അംഗമായി, പിന്നീട് IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ യൂത്ത് ഫ്രണ്ടിൻ്റെ ചാർജ്. ഇപ്പോൾ എല്ലാ നിലകളിലും 14 ജില്ലകളിലും പോയി പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് വന്ന അംഗീകാരമാണെന്ന് ഞാനിത് കരുതുന്നു. ഒരിക്കലും PJ ജോസഫിൻ്റെ മകൻ എന്ന നിലയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ആ രീതിയിലേക്ക് എനിക്കിതിലേക്ക് കടന്നു വരുവാനും താല്പര്യമില്ല. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്.
ഈ UDF ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ചർച്ച നടക്കുന്നുണ്ട്. അതാണ് നേരത്തെ ചോദിച്ചത്. കേരള കോൺഗ്രസ് എമ്മിനെ പറ്റിയാണ്. ഇപ്പൊ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. ചർച്ച വരുമ്പോൾ സംസാരിച്ചോളാം. പുതിയ പദവികൾ തെരഞ്ഞെടുക്കുന്നതിൽ പാർട്ടിക്കകത്ത് ചില ഭിന്നസ്വരങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു ഏകണ്ഠമായിട്ടാണ് തീരുമാനം. കേരള കോൺഗ്രസ് UDF വരേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല നിലവിൽ. അങ്ങനെയാണോ തീരുമാനം? ഞങ്ങളിപ്പോൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ അല്ല, UDF മറ്റു ചില പാർട്ടികളൊക്കെ ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അത് തന്നെയാണല്ലോ ഇപ്പോൾ ജോസ് കെ മാണി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ആ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. UDF ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്തിൻ്റെ കാര്യങ്ങൾ UDF ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ആരെയും നിയോഗിച്ചിട്ടില്ല നിലവിൽ. ഇല്ല.